ഒരു യുദ്ധം കഴിഞ്ഞുവെന്ന് എല്ലാവരും കരുതിയ സമയത്താണ് ലോകത്തെ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു പേര് വാർത്തകളിൽ നിറയുന്നത് പിക്കാക്സ് മൗണ്ടൻ. അമേരിക്കയും ഇസ്രായേലും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് അവസാനിച്ചില്ല. അത് കൂടുതൽ അപകടകരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയോ? അമേരിക്കയും ഇസ്രായേലും എത്ര ബോംബെറിഞ്ഞാലും തകരാത്ത പാറക്കെട്ടുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ആണവ ലോകം. സെൻട്രൽ ഇറാനിലെ കൊലാങ് മലനിരകൾക്ക് താഴെ 100 മുതൽ 600 മീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പിക്കാക്സ് മൗണ്ടൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. പിക്കാക്സ് മൗണ്ടന്റെ വാതിലിൽ തന്നെ ഞങ്ങൾ ശക്തമായ ഒരടി കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ ചോദ്യം ഇതാണ്, അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തുളച്ചു കയറാൻ കഴിയാത്ത തരത്തിൽ ഇറാൻ നിർമ്മിച്ച ഈ അണ്ടർഗ്രൗണ്ട് കോട്ട തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? ആയിരക്കണക്കിന് ആണവ സെൻട്രിഫ്യൂജുകൾ ഇറാൻ ഈ ഒരു മലയ്ക്കുള്ളിലേക്ക് മാറ്റിയെന്നാണ് പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് പിക്കാക്സ് മൗണ്ടന്റെ രഹസ്യം? പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇറാന്റെ ആണവ ചരിത്രത്തിലെ ചില നിർണായക സംഭവങ്ങൾ എന്നറിയണം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഒരു ദിവസം തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകളായിട്ട് ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു എന്നറിയാമല്ലോ. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ അകലെയുള്ള നഥാൻസ് ആയിരുന്നു അത്. ഭൂമിക്കടിയിൽ 40 മുതൽ 50 മീറ്റർ ആഴത്തിൽ വലിയ ഹാൾ നിർമ്മിച്ച് 10,000 സെൻട്രിഫ്യൂജുകൾ സ്ഥാപിച്ചിട്ടായിരുന്നു നഥാൻസ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ 2020 ജൂലൈയിൽ നഥാൻസിലെ നൂതന സെൻട്രിഫ്യൂജ് അസംബ്ലി പ്ലാന്റിൽ അതിശക്തമായ ഒരു സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ഇത് ബാഹ്യമായ അട്ടിമറിയാണ് എന്ന് ഇറാൻ ആരോപിച്ചു. ഇനിയുള്ളത് ഫോർദോ ആണ് മറ്റൊരു പ്രധാന കേന്ദ്രം. പക്ഷേ ഫോർദോ ഒരു മലയുടെ അടിയിലാണ് നിർമ്മിച്ചത്. കാരണം യുദ്ധമുണ്ടായാൽ പോലും ബോംബ് കൊണ്ട് എളുപ്പത്തിൽ നശിപ്പിക്കാൻ പറ്റാത്ത വിധം. വർഷങ്ങളായിട്ട് അമേരിക്കയും ഇസ്രായേലും പറയുന്ന ആരോപണം ഒന്നു മാത്രം, ഇറാൻ സിവിൽ ന്യൂക്ലിയർ എനർജി മാത്രമല്ല, ആവശ്യമെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള ശേഷിയും വികസിപ്പിക്കുകയാണ് എന്ന്. ഇറാൻ ഇത് എല്ലായ്പ്പോഴും നിഷേധിക്കുന്നു. ഇനി 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നഥാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ പ്രധാന ആണവ നിലയങ്ങളിൽ വൻ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു, ന്യൂക്ലിയർ പ്രോഗ്രാം വർഷങ്ങളോളം പിന്നോട്ട് തള്ളുക. ഫോർദോയ്ക്കെതിരെ ബങ്കർ ബസ്റ്റർ ബോംബ്സ് വരെ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നു. ഈ ആക്രമണങ്ങളിൽ നഥാൻസിലെയും മറ്റ് നിലയങ്ങളിലെയും ഉപരിതല കെട്ടിടങ്ങൾക്കും ചില തുരങ്കങ്ങൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി. ആണവ പദ്ധതി പൂർണ്ണമായിട്ട് തകർന്നുവെന്ന് പാശ്ചാത്യ ലോകം കരുതുന്നതിനിടെയാണ് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ ഗെയിം പ്ലാൻ പുറത്തെടുത്തത്. 2020 നഥാൻസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അന്നത്തെ ഇറാനിയൻ അറ്റോമിക് എനർജി മേധാവി അലി അക്ബർ സ്വാലിഹി ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ മല തുറന്ന് അതിനുള്ളിൽ ഇതിലും വലിയ, ഇതിലും സുരക്ഷിതമായ പുതിയ കേന്ദ്രം പണിയും. അതാണ് പേർഷ്യൻ ഭാഷയിൽ കുയി കൊലാങ് ഗാസ്ല അഥവാ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിളിക്കുന്ന പിക്കാക്സ് മൗണ്ടൻ. നെതൻസിന്റെ സമീപത്തുള്ള ഒരു വലിയ മല. 2020 മുതൽ ഇവിടെ വലിയ അണ്ടർഗ്രൗണ്ട് ടണൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട് സാറ്റലൈറ്റ് ഇമേജസ് കാണിച്ചിരുന്നു. വലിയ ടണൽ എൻട്രൻസസ്, പുതിയ റോഡ്സ് ഉണ്ട്, ഹൈ സെക്യൂരിറ്റി വാൾസ്, മതിലുകൾ, പർവ്വതത്തിന്റെ 100 കണക്കിന് അടി താഴേക്ക് പോകുന്ന അണ്ടർഗ്രൗണ്ട് ചേംബേഴ്സ്. ചില വിദഗ്ധർ പറയുന്നത് ഇത് ഫോർഡോയിനേക്കാൾ ആഴത്തിലായിരിക്കാം. അതിനാൽ സാധാരണ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചും നശിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഈ മല ഇത്രത്തോളം പ്രത്യേകതയുള്ളതാകുന്നത് എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ് പാറ, അതായത് സോളിഡ് ഗ്രാനൈറ്റ്. അതായത് ഫോർഡോയിലോ നഥാൻസിലോ പോലെ സാധാരണ കളിമണ്ണോ മണ്ണോ അല്ല ഇവിടെയുള്ളത്. 100 കണക്കിന് മീറ്റർ കട്ടി കൂടിയ ഗ്രാനൈറ്റ് പാറയ്ക്ക് അടിയിലാണ് ഈ ടണലുകൾ. ഇനി അതിശയകരമായ ആഴം, അതായത് കേവലം 40 അടി ആഴമല്ല, ഭൂനിരപ്പിൽ നിന്ന് 100 മീറ്റർ മുതൽ 600 മീറ്റർ വരെ ആഴത്തിലാണ് ഇറാൻ നിലയം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് കോൺക്രീറ്റ് റീൻഫോഴ്സ്മെന്റ്. തുരങ്ക കവാടങ്ങൾക്ക് ചുറ്റും ഭീമൻ കോൺക്രീറ്റ് ഘടനകളും കൂറ്റൻ കല്ലുകളും നിരത്തി സുരക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തിടെ പുറത്തു വന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർണായകമായ കണ്ടെത്തലുകളെ കുറിച്ചാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത്, കഴിഞ്ഞ വർഷം ഇറാൻ 1000 കണക്കിന് ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ് പിക്കാക്സ് മൗണ്ടനിലേക്ക് മാറ്റി എന്നാണ്. അതോടൊപ്പം നിയർ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം പോലും അവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 2025 വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനികമായ 1000 കണക്കിന് സെൻട്രിഫ്യൂജുകൾ IR-2M, IR-4, IR-6 മോഡലുകൾ ഇറാൻ സുരക്ഷിതമായിട്ട് ഈ പിക്കാക്സ് മൗണ്ടനിലെ തുരങ്കങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ മലയുടെ കവാടങ്ങളിലേക്ക് നിരന്തരം ട്രക്കുകൾ പോകുന്നതും കനത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. ഇനി ഇവയൊക്കെ ഇന്റലിജൻസ് അസസ്മെന്റ്സ് മാത്രമാണ്. ഇതുവരെ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പല ന്യൂക്ലിയർ എക്സ്പേർട്സും പറയുന്നത് സെൻട്രിഫ്യൂജസ് മാറ്റി എന്നത് മാത്രം അവിടെ യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്നു എന്നതിന് തെളിവല്ല. എന്നിരുന്നാലും സംശയം വളരെ വലുതാണ്. ഇതുവരെ IAEA ഇൻസ്പെക്ടേഴ്സിന് ഈ സ്ഥലത്ത് പ്രവേശനം നൽകിയിട്ടില്ല. അതിനാൽ അകത്ത് നടക്കുന്നത് ലോകത്തിന് ഉറപ്പായിട്ട് അറിയില്ല.
ഈ നീക്കം വരാനിരിക്കുന്ന ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തെ എങ്ങനെ ബാധിക്കും? അത് 3 പ്രധാന കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതായത് ഒന്ന്, അജയ്യമായിട്ടുള്ള ആണവ കോട്ട. അതായത് സാധാരണ വ്യോമാക്രമണങ്ങൾക്കോ അതുപോലെ സാധാരണ ഗൈഡഡ് ബോംബുകൾക്കോ പിക്കാക്സ് മൗണ്ടനിലെ പ്രവർത്തനങ്ങൾ തടയാനാകില്ല. അമേരിക്കയുടെ GBU-57 MOP ബങ്കർ ബസ്റ്ററുകൾക്ക് പോലും പാറയുടെ ഈ ആഴം തുളയ്ക്കാനാകുമോ എന്നത് സംശയമാണ്. രണ്ടാമത്തത്, സൈനിക നീക്കങ്ങളുടെ തീവ്രത കൂട്ടും. വെറുതെ ബോംബിട്ടാൽ നിലയം തകരില്ലെന്ന് മനസ്സിലാക്കുന്ന അമേരിക്കയോ ഇസ്രായേലോ മലയുടെ കവാടങ്ങൾ ബോംബിട്ട് അടയ്ക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിച്ചുള്ള അട്ടിമറികൾക്കോ മുതിർന്നേക്കാം. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ആഗോള പ്രതിസന്ധിയും എണ്ണ വിലയുമാണ്. അതായത് അമേരിക്കൻ പ്രഹരത്തിന് തിരിച്ചടിയായിട്ട് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയോ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊക്കെ നടത്തുകയോ ചെയ്താൽ അത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ ഉലയ്ക്കും. ഇതുകൊണ്ടാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്, വി ആർ നോട്ട് ഫിനിഷ്ഡ്. ആവശ്യമെങ്കിൽ പിക്കാക്സ് മൗണ്ടനെ ശക്തമായി ആക്രമിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കാരണം അമേരിക്കയുടെ വിലയിരുത്തൽ ഒന്നു മാത്രമാണ്, നെഥാൻസ് നശിച്ചാലും ഫോർദോ തകർന്നാലും ഇറാൻ പുതിയ അണ്ടർഗ്രൗണ്ട് ഫോർട്രസിൽ നിന്ന് വീണ്ടും ന്യൂക്ലിയർ പ്രോഗ്രാം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ നടത്തിയ എല്ലാ ആക്രമണങ്ങളും വെറുതെയാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് യുദ്ധത്തിന് എന്താണ് അർത്ഥമാകുന്നത് എന്നത്. ഒന്നാമത്, ഇത് ശരിക്കും പുതിയ ന്യൂക്ലിയർ ഹബ് ആണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത പ്രധാന ടാർഗറ്റ് ഇതായിരിക്കും. ഇനി 2, ഇത് ആക്രമിച്ചാൽ ഇറാനും ശക്തമായിട്ട് തിരിച്ചടിക്കാൻ സാധ്യത കൂടും. മൂന്നാമത്, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വീണ്ടും വലിയ രീതിയിൽ വ്യാപിക്കാം. നാലാമത്, ഡിപ്ലോമസി കൂടുതൽ ബുദ്ധിമുട്ടാകും, കാരണം വിശ്വാസം പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അഞ്ചാമത്, IAEA ഇൻസ്പെക്ടേഴ്സിനെ അനുവദിക്കാതെ ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിന്റെ സംശയം ഇനിയും വർദ്ധിക്കും. ഇപ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയാണ്, പിക്കാക്സ് മൗണ്ടൻ. അതൊരു സാധാരണ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി മാത്രമാണോ അതോ ഇറാന്റെ പുതിയ ന്യൂക്ലിയർ ഫോർട്രസ് ആണോ? ഇപ്പോഴും അതിന് വ്യക്തമായ ഉത്തരമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നെഥാൻസിന് ശേഷവും ഫോർദോയ്ക്ക് ശേഷവും ഇനി ലോക രാഷ്ട്രീയം ചുറ്റിപ്പറ്റാൻ പോകുന്ന പുതിയ പേര് പിക്കാക്സ് മൗണ്ടൻ ആയിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതാണ് അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ അടുത്ത അധ്യായം തീരുമാനിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഘടകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.